കൗമാരം എന്ന് പറയുന്ന ഒരവസ്ഥ, ആ അവസ്ഥയെ കുറിച്ച് അറിവ് നേടുകയാണ് ആദ്യത്തത്. എന്താ നമുക്ക് അറിവ് നേടേണ്ടത്? നമ്മൾ ചിന്തിക്കുക, മനുഷ്യൻ എന്ന ജീവിയുടെ വളർച്ചയുടെ 5 ഘട്ടങ്ങളുണ്ട്. അവന്റെ ജീവിതത്തിന്റെ വളർച്ചയുടെ 5 ഘട്ടങ്ങൾ. അതിൽ ഒന്നാമത്തത് ശൈശവം എന്ന ഘട്ടം. ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിയുടെ 2 വയസ്സ് വരെ അവനെ വിളിക്കുന്ന പേര് ശിശു, ശൈശവം. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ബാല്യം, ചൈൽഡ്. ആ കുട്ടിയെ പറയാ ബാല്യം. 12 വയസ്സാകുമ്പോൾ പെൺകുട്ടി പ്രായപൂർത്തിയാകും, ആൺകുട്ടിയും പ്രായപൂർത്തിയാകും. അതിനുശേഷം 13 മുതൽ 19 വയസ്സ് വരെയുള്ള 7 വർഷത്തെയാണ് കൗമാരം എന്ന പേര് കൊണ്ട് നാം വിളിക്കുക. അവിടെയാണ് ആദ്യത്തെ അറിവ് നേടേണ്ടത്. 13 വയസ്സായാൽ 13, 14, 15, 16, 17, 18, 19, ടീനേജ് എന്ന് പറയുന്നത് 7 കൊല്ലം. ഒരു മനുഷ്യന്റെ ജീവിതത്തിന് സുപ്രധാനമായ 7 കൊല്ലം. നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മളിങ്ങനെ ഈ കഥയൊക്കെ കേട്ട് കുട്ടികളൊക്കെ പ്രശ്നമാണ്. നമുക്ക് നമ്മുടെ കുട്ടിക്ക് ഒരു ഇരുമ്പ് കൂട്ടിനകത്ത് അടച്ചിടാൻ കഴിയില്ല. അവന് സമൂഹത്തിലേക്ക് ഇറക്കണം. ഈ എല്ലാ പ്രശ്നങ്ങളുള്ള സമൂഹം വേണ്ടേ? ഇറങ്ങണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അറിവ് നേടുക. എന്താ അറിവ്? ഇതാ കൗമാരം. എത്ര വയസ്സാ? 13 വയസ്സിൽ തുടങ്ങും. 13 വയസ്സിൽ തുടങ്ങി 19 വയസ്സിൽ അവസാനിക്കുന്ന കൗമാരം. 20 വയസ്സായാലോ അവൻ അഡൾട്ട്, യൗവനമായി, യുവാവായി, യുവതിയായി. അപ്പൊ ഒരു മനുഷ്യൻ യുവാവും യുവതിയുമാകുന്നതിന് തൊട്ട് മുമ്പുള്ള 7 വർഷക്കാലം, ചെറിയൊരു കാലം, എന്റെ പേരാണ്. ഈ സമയം വളരെ പ്രധാനമാണ്. ഒരു കുട്ടിയെ വളർത്തുമ്പോ ഒരു ഉമ്മ, ആ ഉമ്മ ഉറക്കമൊഴിഞ്ഞ് കുട്ടിയുടെ കൂടെ നിന്ന ഒരു കാലം ഉണ്ടാവും. കുട്ടീന്റെ ചെറുപ്പത്തിൽ അത് പാലുടിക്കാൻ വേണ്ടിയിട്ട് കുറെ ഉറക്കൊഴിഞ്ഞിണ്ടാവും. കുട്ടിക്ക് ഒരു പനി വന്നാൽ ഉറക്കൊഴിഞ്ഞിണ്ടാവും. കുട്ടി വീഴുവോന്ന് ഇങ്ങനെ നോക്കി നടക്കും. മറപ്പടിയുടെ മുകളിൽ കുട്ടി എത്തിയാൽ ഓടിച്ചെന്ന് പിടിക്കും. ആ കുട്ടി തടഞ്ഞു വീഴും എന്ന് കരുതി ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ണിന്റെ മുകളിൽ കൊണ്ടു നടക്കുന്ന ഒരു സമയമുണ്ട് ഉമ്മാക്ക്. കുട്ടീന്റെ ചെറുപ്പം. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഈ കുട്ടിയെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഉറക്കമൊഴിയേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടത്, ചേർത്ത് നിർത്തേണ്ടത് കൗമാരത്തിലാണ്. കുട്ടി 13 വയസ്സായാൽ പിന്നെ നമ്മൾ റോങ് ആവരുത്. അവിടെയാണ് നമ്മൾ ആദ്യത്തെ കാര്യം. ആ കുട്ടി വലിയ മനുഷ്യനാകുന്നു എന്ന് മനസ്സിലാക്കണം നമ്മൾ. എന്നിട്ടോ ആ കുട്ടിയെ ചെയ്യേണ്ട പണിയുടെ പേരാണ് ചേർത്ത് പിടിക്കൽ എന്ന്. അതാണ് ഞാൻ തന്ന അറിവ്. അവനങ്ങ് ചേർത്ത് പിടിക്കണം. 14 വയസ്സുള്ള കുട്ടിയെ നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, അടികൊടുത്ത്, തെറി പറഞ്ഞ് നന്നാക്കാൻ നിങ്ങൾ കരുതരുത്. അവനെ ചേർത്ത് പിടിക്കണം. ഉപ്പാന്റെ കൂടെ കണ്ട് ചേർത്ത് നിർത്തണം. ഉമ്മാന്റെ കൂടെ കണ്ട് ചേർത്ത് നിർത്തണം. എന്തു രസമുണ്ട് കണ്ടോ? അവിടെയാണ് ആ കുട്ടി നമ്മളോട് ഇങ്ങനെ ചേരുക. നമ്മൾ എന്താ ചെയ്യാ? കുട്ടി വലുതാകുമ്പോൾ ഇങ്ങനെ അകറ്റി നിർത്താൻ തുടങ്ങും. വലിയ വീടാ നമ്മുടേത്. കുട്ടികൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ റൂമാ അല്ലെ. ഞാനൊരിക്കല് ഒരു വീട്ടിൽ പോയപ്പോ ഒരു ബാപ്പയും ഉമ്മയും മക്കളും ഉള്ളത്. ചെറിയ കുട്ടിക്ക് 2.5 വയസ്സോ 3 വയസ്സോ പ്രായം. ചെറിയ കുട്ടിക്ക് പാലുകൂടി കഴിഞ്ഞ കുട്ടിയാണ്. അതാണ് ചെറുത്. 3ാമത്തെ കുട്ടിയാണ്. ആ കുട്ടി 3 കുട്ടികളുണ്ട്, ഭാര്യയും ഭർത്താവും ഉണ്ട്. ആ വീടുണ്ടാക്കിയപ്പോ 6 റൂമുണ്ട് വീട്ടിൽ. 6 റൂം. താഴത്ത് 3 ബെഡ്റൂം, മേലെ 3 ബെഡ്റൂം. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചു, ഇത് എന്തിനാ? ഞങ്ങൾക്കാകെ 3 കുട്ടികളാണല്ലോ, നിങ്ങൾ 4 റൂമൊക്കെ പോരെ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞാൽ എന്താ അറിയോ? 2 കുട്ടികളും കൂടി വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അവർക്കും കൂടി ഉള്ള റൂമാണ് ഉണ്ടാക്കി. ചിന്തിച്ചു നോക്കിയ ഈ ഭൂമിക്ക് ഇന്ന് വരെ വരാത്ത കുട്ടിക്കും വീടുണ്ടാക്കി, റൂമുണ്ടാക്കി. നമ്മളൊക്കെ വലുതാകുമ്പോഴോ നമുക്ക് എപ്പോഴാ റൂം കിട്ടിയ? കല്യാണം കഴിച്ചപ്പോഴേ. അതുവരെ എന്തേ പരിപാടി? എവിടെയെങ്കിലും ഒരു മൂലക്കിൽ പായിട്ട് കിടക്കും. ഇപ്പോഴോ നമ്മുടെ കുട്ടി തെറ്റിയാല് ആദ്യം ചെയ്യുന്ന പണി എന്താ? ഒറ്റ ഓട്ട. ബാപ്പുണ്ടാക്കി കൊടുത്ത റൂമിനകത്ത് കയറും, വാതിലടയ്ക്കും, കുറ്റിയിട്ടും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെ തെറ്റിയാ? കുറ്റിയിടാൻ റൂമില്ല. അപ്പൊ കിടക്കട പായിന്റെ മൂലൊക്കെ പോയി നിൽക്കും. അവിടെ ഇട്ടുമ്മ തല്ലും. അവിടെ ഇട്ടല്ല, മൂലക്കിലിട്ട് കിട്ടും തല്ല്. ആ തല്ലും വാങ്ങിയാണ്ട് ഒഴിഞ്ഞിങ്ങനെ നിൽക്കും. ഒന്നോ വേണ്ടില്ലേ, പിന്നെ പണങ്ങൂല. നമ്മുടെ കുട്ടിയോ റൂം കുറ്റിയിട്ട് ഇരുന്നു. ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് പോലും റൂമുള്ള ഒരു കാലം. ആ വീടിനകത്ത് കുടുംബമില്ല എന്നതാണ് ഏറ്റവും പ്രധാനം.
അവിടെ കുടുംബമില്ലല്ലോ, എല്ലാരും ഓരോ തുരുത്തിൽ ഇങ്ങനെ കയറി വായിലടക്കി. ഒരു ഉമ്മ ഉപ്പ എന്നെ കാണാൻ വരികയാണ്. എന്നെ കാണാൻ വന്നിട്ട് ഞാൻ ചോദിച്ചു കൂടെ ആരാണുള്ളത്? സാധാരണ വാപ്പിയും ഇവരും മക്കളുണ്ടാവും കൂടെ. ആരുമില്ല, ഞങ്ങൾ മാത്രം വന്നതാ. എന്തേ? സങ്കടം പറയാൻ വന്നതാ. ഞാൻ ചോദിച്ചു സങ്കടം കൊണ്ട് എന്താ കാര്യം? വെറുതെ ഒന്ന് പറയാൻ വന്നതാ. എന്താ സങ്കടം? ഒറ്റ മോനാ, 2 പെൺകുട്ടികളാണ്. ഈ മകൻ A+, 10ാം ക്ലാസ്, +2 A+, പഠിക്കുന്ന ചെക്കന. ഉമ്മയും ബാപ്പയും അവനെ ദൂരെയുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ട് ചേർത്തു. ഉണ്ടോ? മിടുക്കനാ, പഠിച്ച് മിടുക്കനായി 4 കൊല്ലം എഞ്ചിനീയറിംഗ് പഠിച്ച് എഞ്ചിനീയറിംഗ് കോളേജിൽ വിജയിച്ച് അവൻ വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഉമ്മ വിചാരിച്ചത് എന്താ? അവൻ നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി അടിപൊളിയായിട്ട് തിരിച്ചു വരുന്ന ആ ചെറുക്കൻ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്നിട്ട് ഇപ്പൊ എന്താന്നറിയില്ല സാറേ, അവൻ വരും, ഫോൺ ഉണ്ടാവും കയ്യില്, ഒറ്റ പോക്കാ റൂമൊക്കെ, എന്നിട്ട് അതിലടച്ചു കുറ്റിയിട്ട് ചോറിനാ വിളിച്ചാൽ വരൂല. നിങ്ങൾ കഴിച്ചോ? ഞാൻ കഴിച്ചോളാം. ഒന്ന് വിളിച്ചാ വരൂല. വീട്ടിൽ ആരെങ്കിലും വന്നാ വരൂല. ഉമ്മ വിളിച്ച് കോണിപ്പടി കയറി ഇറങ്ങി മുട്ടുകാല് വേദനിക്കാൻ തുടങ്ങി. ഉമ്മാന്റെ ചെറുക്കം വിരില്ല, മുണ്ടില്ല. ആ ഉമ്മ സങ്കടത്തോടെ പറയണു, എന്റെ കുട്ടി എന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഉമ്മാന്റെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ കഴിയാത്ത എന്തിനാണ് ഈ മക്കളെ നിങ്ങൾ പോറ്റിയത്? നിങ്ങൾ ചിന്തിച്ചു. പാപ്പ പറയാ, എനിക്കവനെ കാണാൻ തന്നെ കിട്ടില്ല. എന്തിനായി നമുക്ക്? ഇവിടെയാണ് 13 വയസ്സാകുമ്പോൾ ഈ കുട്ടിയെ എങ്ങനെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ച് ഇങ്ങനെ അകറ്റല്ല, അടുപ്പിച്ച് നിർത്താൻ വേണ്ടത്. എന്താ നിങ്ങൾ എങ്ങനെ അടുപ്പിച്ച് നിർത്തുക? അവന് സ്നേഹം കൊടുത്ത് അവന്റെ സുഹൃത്തായി. ആ പെൺകുട്ടിയാ നിങ്ങൾക്കുള്ളത് എങ്കിൽ ആ പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഉമ്മയായി മാറണം. എപ്പോഴും പിറകെ നടന്ന് കുറ്റപ്പെടുത്തരുത്, എപ്പോഴും പിറകെ നടന്ന് നന്നാക്കാൻ ശ്രമിക്കരുത്. ആ കുട്ടിയെ സുഹൃത്തായി ചേർത്ത് പിടിക്കണം. എങ്കിൽ മാത്രമേ ആധുനിക കാലത്തെ ഒരു കുട്ടിയെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ പണ്ടത്തെ പാരന്റിങ്ങിന്റെ രീതികൾ ഉപയോഗിച്ച് കുട്ടിയെ പറ്റാൻ ശ്രമിക്കരുത്. ഞാനൊക്കെ നന്നായതേ ബാപ്പാന്റെ അടിയെല്ലാം കിട്ടിയിട്ടാ, ഓനെ നന്നാക്കാൻ എനിക്കറിയാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കാലം മാറിപ്പോയി സുഹൃത്തുക്കളെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടി എത്ര കുട്ടികളാന്നറിയോ നാട് വിട്ടുപോണ്? എത്ര എന്നും വാട്സപ്പിന്റെ ഒരു ഗ്രൂപ്പിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാനില്ല. എന്താ കാരണം? പുതിയ സ്റ്റൈലാപ്പത്. കുട്ടിയൊക്കെ ഒരു പേടിയില്ല, ഒരു പ്രശ്നമില്ല. കാണാതായി 11 ദിവസം കാണാതായി ഒരു ചെറുക്കനെ. 11 ദിവസം കാണാതായി. 11 ദിവസം ആയപ്പോ പേടിയാവാൻ തുടങ്ങി. പക്ഷെ 12ാമത്തെ ദിവസം ഇവനെ പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിച്ചിട്ടും അവൻ പോലീസിനോട് പറയണത് എനിക്ക് വീട്ടിൽ പോണ്ടെന്ന്. അവൻ കുളിച്ചിട്ട് ദിവസങ്ങളായി. അവനതൊരു പ്രശ്നമില്ല. ഭക്ഷണം എവിടുന്നെങ്കിലൊക്കെ കിട്ടും, ആരെങ്കിലും വാങ്ങിത്തരും. ഉണ്ടോ? അവനെങ്ങനെ നടക്കുന്നത്? എന്തിനാ നാട് വിട്ടു പോയത്? ഉത്തരം എന്താ? വീട്ടിൽ സ്വാതന്ത്ര്യമില്ല, ഫോണ് വാങ്ങിത്തരില്ല, കളിക്കാൻ സമ്മതിക്കില്ല. കുട്ടികൾ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ കുട്ടിയെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമം നടത്തേണ്ടത്. എല്ലാ കുട്ടികളും അങ്ങനെയാണ്. ഈ അടുത്ത് കാണാതായി ഒരു ചെറുക്കനെ കൊണ്ട് എന്റെ അടുത്ത് വരികയാണ്. അവനെ കാണാതായിട്ട് ഗോവയിന്നാ കിട്ടിയത്. അവൻ വന്ന് എന്റെ മുമ്പിൽ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുക. പാപ്പ ഭയങ്കര ബേജാറില്ല. ഞാൻ ചോദിച്ചു എന്തിനാണ് നീ പോയത്? അവന്റെ ഉത്തരം എന്താ നിങ്ങൾക്ക്? പറഞ്ഞതൊന്നും പാപ്പ കേൾക്കില്ല. അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്താ. ഞാൻ ചോദിച്ചു ഇപ്പോഴോ? ബാപ്പൊക്കെ സമ്മതിച്ചു. അപ്പൊ ഞാൻ ബാപ്പാനോട് ചോദിച്ചു എന്താ പ്രശ്നം? അതിപ്പോ നിവൃത്തിയില്ല, ഇനിയോ പോയാൽ എന്റെ മാനം പോലെ നാട്ടിൽ തല ഉയർത്തി നടക്കണ്ടേ? ഇപ്പം തന്നെ മാനക്കേട് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും വന്ന് ഇന്നയാളെ മോൻ പോയി. അപ്പൊ ഞാൻ ബാപ്പനോട് ചോദിച്ചു ഇനിയോ വലിയ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലോ? കൊടുക്കാൻ നിവൃത്തിയില്ല, ഇല്ലയോ പോവും. ഇനി എന്താ പ്രശ്നം? 8ാം ക്ലാസ്സുകാരനായ ആ ചെറുക്കൻ ഗോവയ്ക്ക് ഒറ്റയ്ക്ക് പോയി പഠിച്ചു. ഇനി അവൻ പോവാൻ സുഖമുള്ളൂ. ഒരു പ്രാവശ്യം പോകുമ്പോഴല്ലേ ടെൻഷനുള്ളൂ. ഇനി ബാപ്പനോട് പറയാൻ എന്താ? ബാപ്പാ ശരി മോനെ, ശരി അല്ലെങ്കിലോ ഗോവ. 5 പൈസന്റെ ആവശ്യമില്ല, കുട്ടികളാരും പിടിക്കൂലല്ലോ. ഗോവയ്ക്കാ പോണത്. ചിന്തിച്ചു. അവിടുന്ന് പോലീസ് പിടിക്കുന്നവനെ ഗോവയിൽ നിന്ന്, ഗോവ ബീച്ചിൽ നിന്ന് പോലീസ് ഒറ്റയ്ക്ക് നടക്കുന്ന ചെറുക്കനെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ കേരളത്തിലെ നിലമ്പൂരിൽ നിന്ന് ഒളിച്ചോടിയ ചെക്കനാന്ന് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു ഭാഗം ആൺകുട്ടിയുമായി ബന്ധപ്പെട്ട്